യോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ തന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഡിഫിക്കൽട്ട്. ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. നല്ല കാര്യം. ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അതിന് യാതൊരു ഇത് കുഴപ്പമില്ല, ആരും അതിന് തെറ്റ് പറയാനും വരത്തില്ല. പക്ഷെ വസ്ത്രം നല്ലപോലെ ധരിക്കണം, അത് സ്വന്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതെന്തായാലും കൃഷ്ണകുമാരേട്ടൻ തന്റെ മക്കളോട് അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ എക്സ്ക്ലൂസീവായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വിവാദങ്ങളും അതിന്റെ പുറകെ ഫോളോവേഴ്സിന്റെ അൺഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാരേട്ടന്റെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണയ്ക്ക് എതിരെയാണ്. അപ്പൊ എന്തായാലും അച്ഛൻ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെല്ലാം നടന്നിരിക്കുന്നത്. അത്രയും വിവാദങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടോ? ഞാൻ അവരെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല കേട്ടോ. ഏറ്റവും മൂത്ത ആഹാന അതിനെ നമുക്ക് മാറ്റി നിർത്തിയേക്കാം. ബാക്കി ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതി. വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു 3 മാസം കൂടുമ്പോൾ ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഏറ്റവും ഈ കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ ഇന്റർവ്യൂലേക്ക് വരാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവരും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളവരെല്ലാം ഭർത്താവിന്റെ അമ്മയും ഭർത്താവ് ഭാര്യയുടെ അമ്മയും അമ്മ എന്നും മമ്മിന്നും തന്നെ വിളിക്കാറുള്ളത്. അല്ലാതെ അവിടെ പോയിട്ട് ആന്റി പോയിട്ട് വൈഫിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുടെ അമ്മേ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുടെ അമ്മേ അങ്ങനെയൊന്നും വിളിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എത്ര പേർക്ക് തൊലിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേടേ, നിങ്ങളൊക്കെ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിന് പിന്നെ അതെങ്കിലും വിളിക്കുന്നല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നതായിരിക്കും. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് ഓരോ പെൺമക്കളുള്ള തള്ളമാരും ആഗ്രഹിക്കുന്ന മാസ് കൺകുളിർക്ക കാണുക, കൈയടിക്കുക, അല്ലെങ്കിൽ കവളത്തടിക്കുക. എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. വഴി കണ്ട എല്ലാവരെയോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര നല്ലൊരു കാര്യമാണോ? സ്വന്തം ഭർത്താവിന്റെ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ വഴി കണ്ടവരെ ഒന്നും അമ്മ അച്ഛനെന്ന് വിളിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നും. വഴി കണ്ട ആരെയും അമ്മ അച്ഛൻ ആരും വിളിക്കണ്ട, പക്ഷെ വിളിക്കണം. അതിനൊരു അർഹതരായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ വിളിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യയ്യേ, അഴുക്ക പെണ്ണ്, തന്തേക്കാ മോശം. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന ഒരു പ്രത്യേകതരം കുടുംബമില്ലേ ഇവര്. വേറെ ഏതോ യൂണിവേഴ്സിലാന്ന് തോന്നുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നത്. അച്ഛൻ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നു, മക്കൾ ഓൺലൈനിന്റെ പിന്നാലെ പോകുന്നു, ബിസിനസിന്റെ പിന്നാലെ പോകുന്നു, അമ്മ യൂട്യൂബിന്റെ പിന്നാലെ പോകുന്നു. അടുത്തൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അശ്വിൻ എന്തിന്റെ പിന്നാലെയാണ് പോകുന്നത്? ദിയ കൃഷ്ണയുടെ പിന്നാലെ ആയിരിക്കും. അമ്മയെ വിളിക്കുന്ന ആന്റി എന്നാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അയ്യോ, കൊച്ചു ഭയങ്കര മാസമായില്ലേ അടിക്കുന്നത്. തീട്ടമായിട്ടുണ്ട് പറയുന്ന കാര്യങ്ങള്. അയ്യോ, എന്താ ഇങ്ങനെ? ജീവിതമേ ഇങ്ങനെ ഇല്ലേ? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമില്ലേ? അമ്മ അച്ഛ എന്ന് ഞങ്ങളുടെ ആൾക്കാരെ മാത്രം വിളിക്കുക. ഒരു ബഹുമാനത്തിന്റെ പുറത്ത് നമ്മുടെ പ്രായത്തിന് മൂത്തവരെ നമ്മൾ ചെന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ പ്രായമുള്ളവർ അങ്കിൾ ആന്റി എന്നായിരിക്കും വിളിക്കുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. കേൾക്കുന്നവർക്ക് ഇച്ചിരി സന്തോഷം കിട്ടാനായിട്ട് അച്ഛാന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ അച്ഛാന്ന് സ്വന്തം അച്ഛനെ മാത്രമേ അച്ഛാന്ന് വിളിക്കാനില്ല. പ്രായത്തിന് മൂത്തവരെ, അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ അച്ഛൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് നമ്മൾ ബഹുമാനപൂർവ്വം അച്ഛാന്ന് വിളിക്കും എന്നും പറഞ്ഞ് അത് നമ്മുടെ സ്വന്തം അച്ഛൻ ആവണമെന്നില്ല. അത് കേൾക്കുന്ന അയാൾക്കും അറിയാം, വിളിക്കുന്ന നമുക്കും അറിയാം. ഇതുപോലുള്ള വായും വാണോ ഇല്ലാത്തവർക്കായിരിക്കും ഞാൻ എൻ്റെ അച്ഛനെ മാത്രമേ അച്ഛാന്ന് വിളിക്കൂ, മറ്റാരെ ഞാൻ അമ്മയെന്ന് വിളിക്കത്തില്ല എന്ന്. നമ്മൾ ബഹുമാനത്തിന്റെ പുറത്തൊക്കെ നമ്മളൊക്കെ അങ്ങനെ വിളിക്കുവിടെ. അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടടേ, അല്ലാതെ ഇങ്ങനെ അല്ലല്ലേ. എന്തായാലും കൃഷ്ണകുമാരേട്ടൻ പിള്ളേരെ എല്ലാം നല്ല രീതിയിൽ വളർത്തിയിട്ടുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. മോളിപ്പോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയായിരുന്നു.
ഓക്കെ, ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരിയത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് സൈബർ അറ്റാക്ക് ആണ് ചിലപ്പോഴൊക്കെ. അത് ചിലപ്പോൾ ആഴ്ചയിൽ മാസത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തന്റെ ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അത് വന്നു വിടുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആ കൊച്ച് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. ഞാൻ അറിയാം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്ന്. അത്യാവശ്യം മാസം 10-15 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാട്ടിലും നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല ആത്മബന്ധമുള്ളത് ഏറ്റവും ഇളയ കൊച്ചിന് തന്നെ. ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ I was 14. അന്ന് കോവിഡ് ആയ ടൈം, കോളേജ് സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട്, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയോ എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിനെ എന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ അതെ 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 അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കാനുള്ള ഒരു തൊലിക്കെട്ടി ഈ കുട്ടിക്ക് കിട്ടാനുള്ളൊരു കാരണം. വെരി ഗുഡ്. ഇങ്ങനെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 ഇയേഴ്സ് ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ ഓൺലി. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. ഹൻസു എന്താ ലോഞ്ച് ചെയ്തില്ല, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പം വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവർ തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ഓർ ആക്ച്വലി യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മു ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിലെങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അമ്മുവാണ്. ഈ പരിപാടി കാണിക്കുന്ന ഇൻസ്പിറേഷൻ ആരാണെന്നോ? ആരായിരിക്കും കൂട്ടത്തിൽ? ആരാണ് ഇതിനകത്ത് ഇൻസ്പിറേഷൻ? ഒന്ന് പറയൂ. എനിക്കതിനകത്ത് വേറെ ആരും എങ്ങനെ ഇൻസ്പയർ ആയിട്ട് തോന്നുന്നില്ല. അഹാന നല്ല കുട്ടി, മാറ്റി നിർത്ത്. വേറെ എല്ലാവരും അച്ഛനും പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ഒക്കെ എടുത്ത്, അമ്മൂൻ്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ ദ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ്. അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മൂൻ്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇപ്പൊ നോക്കുമ്പോൾ ഓരോരുത്തരുടെ ചാനലും ബേസിക്കലി ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എൻ്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്തു. അതേപോലെ ഹൻസിക്കയുടെ ചാനലിൽ ഹൻസിക്കയുടെ പെർസ്പെക്റ്റീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബേഷൻ എമൗണ്ട് ഒക്കെ വരുന്ന കണ്ടോ? അതായത് അവരുടെ ത്രൂ മൈൻഡിനകത്ത് വരുന്ന ആ ഒരു എമൗണ്ടാ അത്. 10-16 ലക്ഷം രൂപ അടുപ്പിച്ചാണ് കയറി വരുന്നത്. അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിനകത്ത് ഒരു സാധനം എങ്ങനെ കൊണ്ടുപോകണം എന്നൊരു തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവിന്റെ ഉപബോധമാണ് അപബോധമായിട്ട് കൊണ്ടുവരുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരം തിരിക്കുക? ഈ ഒരു പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിൽ പോലും ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസസ് ആൻഡ് ദെൻ തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിന് എഡിറ്റ് ചെയ്യും. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോലത്തെ സാധനങ്ങൾ. അതിലിപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിരിക്കും. അപ്പം ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു എൻ്റെ വ്ളോഗ്സിനെ, എൻ്റെ ട്രാവൽ വ്ളോഗ്സിനെയൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി അപ്പം എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് അത് തന്നെയാണ്. ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അഹാന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടായിരിക്കും ബാക്കി എല്ലാവരെയും ഒറ്റ ചരടിനകത്ത് കെട്ടിയായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരെ മാത്രം ഇതിനകത്ത് മാറ്റി നിർത്തുന്നത് എന്തായിരിക്കും? ആ കൂട്ടത്തിൽ വിളഞ്ഞ നല്ലൊരു തേങ്ങ, അത്രേ ഉള്ളൂ. വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഇപ്പൊ വീട്ടില് അതായത് ഇപ്പൊ മറ്റേന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഹൻസികയായിരിക്കും ഉറപ്പായിട്ടും. അതിപ്പോഴും അമ്മ വല്ലോ മറ്റേ ആ കൊച്ചിനെ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കും ഹൻസികേനോ അല്ല, ഹൻസിക ഒരു വലിയ കുട്ടിയാണ്. പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസികയാണ് വരുന്നത്. പക്ഷെ ഹൻസിക ഒരു കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. അപ്പൊ ഹൻസിക ഒരിക്കലും കുഞ്ഞുകുട്ടിയല്ല. നിങ്ങളൊന്നും പോവാത്ത വഴികളിലൂടെ പോയി കുടിക്കും. ഒരു ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ നിങ്ങൾക്ക് ആർക്കും ഒന്നും കഴിയില്ല.
പിടിച്ചു നിർത്താൻ കഴിയില്ല, തിരിച്ചറിയാൻ കഴിയില്ല. വാവ് വാവ്. ഈ അടുത്ത് റൊണാൾഡോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി, കാൻഡിഡ് ബ്ലോഗ്സ് ഇടുന്നു. അത് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലോ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ദേ വാണ്ട് ടു ബിൽഡ് ദാറ്റ് വൺ എക്സ്ട്രാ വളരെ ഒരു പേഴ്സണൽ ലെവൽ കണക്ഷൻ വിത്ത് എൻ ഓഡിയൻസ്. അപ്പം അത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു സാധനമാണ്. അപ്പം അതിനെ നമ്മൾ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് വേണം കാണാനെന്നേ ഞാൻ കണ്ടിട്ടുണ്ടാവും. പല കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. നിങ്ങൾ ലേൺ ചെയ്തിട്ടില്ല, അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ? രണ്ടുപേരും അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷീസ് എ വെരി കേപ്പബിൾ പേഴ്സൺ. അതായത് ഇപ്പം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അമ്മ ഭയങ്കര കേപ്പബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ സ്വയം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ദാറ്റ് ആസ് എ ഗേൾ വി ആർ ലെസ് കേപ്പബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. അപ്പം കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പിന്നെ അതൊക്കെ നല്ല കാര്യം, ആ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇതൊക്കെ വേറെന്താണ്? ഇപ്പം ലൈക്ക് കുഞ്ഞിലെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളത് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയിക്കത്തില്ല. ആ രീതിയിൽ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിലെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനേ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും, എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്കത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ വി ലൈക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബട്ട് സ്റ്റിൽ ദേ വാണ്ട് us to feel that. സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പലപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പം സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പം കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോട്ടിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അതിപ്പോ അല്ലല്ലോ, അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം, നമ്മുടെ കാര്യത്തിലേക്ക് പോവാം, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോവാം. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രവും ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. അച്ഛൻ പറയുന്നത് കേൾക്കാത്ത കുട്ടികളായതല്ല സത്യം. അച്ഛൻ എന്ത് വൃത്തിയായിട്ടാ പറയുന്നത്. നല്ല രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം, ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കരുത്. എവിടെയും പോകുമ്പോഴും വണ്ടിയിൽ ഇരിക്കുമ്പോഴായാലും ഞാൻ അത് തന്നെയാണ് എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒറ്റ എണ്ണം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. എന്തോ ചെയ്യാനാ, പിള്ളേരെണ്ണ പുതിയ ജനറേഷൻ അല്ലേ, എന്തോ ചെയ്യാനാ. അവരൊക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്ന എക്സ്ക്ലൂസീവ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്. ഈ പിള്ളേരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇനി നാട് മൊത്തം എക്സ്ക്ലൂസീവ് ആയിരിക്കും. എക്സ്ക്ലൂസീവ് ഇല്ലാത്ത ഫാമിലി കാണത്തില്ല, എക്സ്ക്ലൂസീവ് ഇല്ലാത്ത ഗേൾസ് കാണത്തില്ല, കുടുംബം കാണത്തില്ല. എക്സ്ക്ലൂസീവ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ റേഷൻ കാർഡ് ഇല്ലാത്തൊരു കുടുംബത്തിൻ്റെ അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്ത ഇന്ത്യൻ പൗരൻ്റെ അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലൂടെ നല്ലൊരു കോമ്പറ്റീഷനൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും വീട്ടുകാരെല്ലാവരും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഒരാൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുടെ എക്സ്ക്ലൂസീവാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലും അച്ഛൻ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടും മുമ്പ് തന്നെ പറഞ്ഞു കൊടുത്തതുകൊണ്ടും അതിൻ്റെതായ ആ ഒരു മാർഗത്തിലൂടെ, അതായത് ഞാൻ പറയുന്ന വസ്ത്രധാരണം മാത്രമാണ്, ആ വസ്ത്രധാരണത്തിൻ്റെ മാർഗത്തിലൂടെയും ആ വസ്ത്രധാരണത്തിലൂടെ എക്സ്ക്ലൂസീവിനകത്ത് എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാം എന്നുള്ളൊരു ആശയം ആ പെൺകുട്ടിക്ക് ഉണ്ടായല്ലോ. ആ ആശയത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം, കമൻറ്റും ചെയ്തേക്കണം, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുത്തേക്കണം.